വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ നമ്മൾ ഇന്നും നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ സംസാരിക്കുന്ന കുറച്ച് സെൻറ്റൻസസ് എങ്ങനെ ഫ്രേസസ് വെച്ച് പഠിക്കാമെന്നാണ് നോക്കുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ ഫ്രേസ് എന്ന് പറയുന്നത്, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണോ എന്നുള്ള രീതിയിൽ ചോദിക്കത്തില്ലേ? അതായത് ഞാൻ പോകണോ, ഞാൻ പറയണോ, ഇങ്ങനെ ചോദിക്കേണ്ടപ്പം അറിയേണ്ട ഫ്രേസ് എന്ന് പറയുന്നത് ഷുഡ് ഐ എന്നാണ്. ഷുഡ് ഐ എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യണോ എന്നുള്ള ഒരു മീനിങ് ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചോദിക്കണം, ഞാൻ അവളെ വിളിക്കണോ. ഇതെങ്ങനെ ചോദിക്കും? അപ്പം ഞാൻ ചെയ്യണോ എന്നുള്ള രീതിയിൽ പറയണമെങ്കിൽ ഷുഡ് ഐ. അവളെ വിളിക്കുക എന്നെങ്ങനെയാണ് പറയുന്നത്? കോൾ ഹെർ. അപ്പോൾ ഷുഡ് ഐ കോൾ ഹെർ എന്ന് ചോദിച്ചാൽ ഞാൻ അവളെ വിളിക്കണോ. ഷുഡ് ഐ കോൾ ഹെർ, ഞാൻ അവളെ വിളിക്കണോ എന്നാണ് മീനിങ്. ഷുഡ് ഐ കോൾ ഹെർ. ഇനി അടുത്തത്, ഞാൻ അവിടെ പോകണോ എന്ന് ചോദിക്കണം. സോ നമുക്കിപ്പോൾ അറിയാം, ഞാൻ ചെയ്യണോ എന്നുള്ള രീതിയിൽ ചോദിക്കണമെങ്കിൽ ഷുഡ് ഐ എന്നാണ് യൂസ് ചെയ്യേണ്ടത്. ഇനി അവിടെ പോകണോ എന്നാണ് ചോദിക്കുന്നത്. പോവുക എന്നുള്ളത് ഗോ ആണ്. അവിടെ എന്ന് പറയാം ദെയർ. സോ ഷുഡ് ഐ ഗോ ദെയർ എന്ന് ചോദിച്ചാൽ ഞാൻ അവിടെ പോകണോ. ഷുഡ് ഐ ഗോ ദെയർ, ഷുഡ് ഐ ഗോ ദെയർ, ഞാൻ അവിടെ പോകണോ. ഇനി ഞാൻ ഈ കാറ് വാങ്ങണോ, അതെങ്ങനെ ചോദിക്കും? വാങ്ങുക എന്നുള്ളത് ബൈ എന്നാണ്. ഈ കാർ എന്ന് പറയാൻ ദിസ് കാർ. സോ ഷുഡ് ഐ ബൈ ദിസ് കാർ എന്ന് ചോദിച്ചാൽ ഞാൻ ഈ കാറ് വാങ്ങണോ എന്നാണ് മീനിങ്. ഷുഡ് ഐ ബൈ ദിസ് കാർ, ഷുഡ് ഐ ബൈ ദിസ് കാർ, ഞാൻ ഈ കാറ് വാങ്ങണോ. ഇനി ഞാൻ അവനോട് പറയണോ, അതെങ്ങനെ ചോദിക്കും? അവനോട് പറയുക എന്ന് പറയുന്നത് ടെൽ ഹിം എന്നാണ്. സോ ഷുഡ് ഐ ടെൽ ഹിം എന്ന് ചോദിച്ചാൽ ഞാൻ അവനോട് പറയണോ. ഷുഡ് ഐ ടെൽ ഹിം. സോ എന്തെങ്കിലും ഒരു കാര്യം ഞാൻ ചെയ്യണോ എന്നുള്ള രീതിയിൽ ചോദിക്കണമെങ്കിൽ അവിടെ ഷുഡ് ഐ ആണ് യൂസ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞ് വെർബ് എന്താണോ അത് ബേസ് ഫോമിൽ തന്നെ യൂസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇപ്പോൾ വീട്ടിൽ പോകണോ എന്നെങ്ങനെ ചോദിക്കുമെന്നൊന്ന് നിങ്ങൾ കോമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഒരു കാര്യം ഓർക്കേണ്ടത്, വീട്ടിൽ പോകുക എന്ന് പറയുന്നത് ഗോ ഹോം എന്നാണ്, ഗോ ടു ഹോം എന്നല്ല. മിക്കവരും തന്നെ ഹോമിന് മുമ്പ് ടു എന്നുള്ള പ്രപ്പോസിഷൻ യൂസ് ചെയ്യും. അത് തെറ്റാണ്. അതിന് മുമ്പായിട്ട്, അതായത് ഹോമിന് മുമ്പായിട്ട് നമ്മൾ യാതൊരു പ്രപ്പോസിഷനും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ വീട്ടിൽ പോവുക എന്ന് പറയുന്നത് ഗോ ഹോം എന്നാണ്. ഞാനിപ്പോൾ വീട്ടിൽ പോകണോ എന്നെങ്ങനെ ചോദിക്കുമെന്നൊന്ന് കോമൻറ്റ് ചെയ്യുക. സോ നമുക്കിപ്പോൾ അറിയാം, ഞാൻ പോകണോ എന്ന് ചോദിക്കുന്നത് ഷുഡ് ഐ ഗോ എന്നാണ്, അല്ലേ? അപ്പോൾ നമുക്ക് ഇങ്ങനെ ചോദിക്കണം, ഞാൻ എപ്പോൾ പോകണം, അല്ലെങ്കിൽ ഞാൻ എപ്പോഴാണ് പോകേണ്ടത്. അതിനെന്ത് ചെയ്താൽ മതി? ഈ ഷുഡ് ഐ ഗോയിൻ്റെ ഫ്രണ്ടിലായിട്ട് എപ്പോൾ എന്ന് പറയാൻ ഏത് ക്വസ്റ്റ്യൻ വേർഡാണ് യൂസ് ചെയ്യേണ്ടത്? വെൻ. സോ വെൻ ഷുഡ് ഐ ഗോ എന്ന് ചോദിച്ചാൽ ഞാൻ എപ്പോഴാണ് പോകേണ്ടത്. വെൻ ഷുഡ് ഐ ഗോ. ഇനി ഞാൻ എവിടെയാണ് പോകേണ്ടത്, അതെങ്ങനെ പറയും? എവിടെ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് ഏതാണ് ക്വസ്റ്റ്യൻ വേർഡ്? വേർ. സോ വേർ ഷുഡ് ഐ ഗോ എന്ന് ചോദിച്ചാൽ ഞാൻ എവിടെയാണ് പോകേണ്ടത്. വേർ ഷുഡ് ഐ ഗോ. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഞാൻ പോകേണ്ടത്, അതെങ്ങനെ ചോദിക്കും? എങ്ങനെ എന്ന് പറയുന്നത് ഹൗ എന്നാണ്. സോ ഹൗ ഷുഡ് ഐ ഗോ എന്ന് ചോദിച്ചാൽ ഞാൻ എങ്ങനെയാണ് പോകേണ്ടത്. ഹൗ ഷുഡ് ഐ ഗോ. ഇനി ഞാൻ എന്തിനാണ് പോകേണ്ടത് എന്ന് ചോദിക്കണമെങ്കിലോ എന്തിന് എന്ന് പറയാൻ വൈ ആണ്. സോ വൈ ഷുഡ് ഐ ഗോ എന്ന് ചോദിച്ചാൽ ഞാൻ എന്തിനാണ് പോകേണ്ടത്. വൈ ഷുഡ് ഐ ഗോ. അങ്ങനെയാണെങ്കിൽ ഞാൻ ആരെയാണ് കാണേണ്ടത് എന്നെങ്ങനെ ചോദിക്കും? ആരെ എന്ന് പറയാൻ ഹൂ എന്നാണ് പറയേണ്ടത്. സോ ഹൂ ഷുഡ് ഐ, കാണുക എന്ന് പറയുന്നത് സി എന്നാണ്. സോ ഹൂ ഷുഡ് ഐ സി എന്ന് ചോദിച്ചാൽ ഞാൻ ആരെയാണ് കാണേണ്ടത് എന്നാണ് മീനിങ്. ഇനി അടുത്തത്, നമ്മളിങ്ങനെ ചോദിക്കത്തില്ലേ, അതായത് നീ ഇന്ന് രാത്രി പാർട്ടിക്ക് പോകുന്നില്ലേ, നീ കഴിക്കാൻ പോകുന്നില്ലേ, നീ നിൻ്റെ റൂം ക്ലീൻ ചെയ്യാൻ പോകുന്നില്ലേ, ഇങ്ങനെയൊക്കെ ചോദിക്കേണ്ടപ്പം അവിടെ അറിഞ്ഞിരിക്കേണ്ട ഫ്രേസ് എന്ന് പറയുന്നത് ആറിൻറ്റ് യു ഗോയിങ് ടു എന്നുള്ളതാണ്. ആറിൻറ്റ് യു ഗോയിങ് ടു. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് ചോദിക്കേണ്ടത്, നീ ഇപ്പോൾ കഴിക്കാൻ പോകുന്നില്ലേ. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം നീ ചെയ്യാൻ പോകുന്നില്ലേ എന്ന് ചോദിക്കേണ്ടത് ആറിൻറ്റ് യു ഗോയിങ് ടു എന്നാണ്. കഴിക്കാൻ എന്നാണ്. സോ ഈറ്റ് എന്ന് വരും. ഇപ്പോൾ എന്ന് പറയാൻ നൗ. സോ ആറിൻറ്റ് യു ഗോയിങ് ടു ഈറ്റ് നൗ എന്ന് പറഞ്ഞാൽ നീ ഇപ്പോൾ കഴിക്കാൻ പോകുന്നില്ലേ. ആറിൻറ്റ് യു ഗോയിങ് ടു ഈറ്റ് നൗ. ഇനി അടുത്തത്, നീ ഇന്ന് രാത്രി പാർട്ടിക്ക് പോകുന്നില്ലേ, അതെങ്ങനെ പറയും? നീ പോകുന്നില്ലേ എന്ന് ചോദിക്കണമെങ്കിൽ ആറിൻറ്റ് യു ഗോയിങ് ടു
എവിടെയാണ്? പാർട്ടിക്ക്. സോ aren't you going to the party? ഇന്ന് രാത്രി എന്ന് പറയുന്നത് എങ്ങനെയാണ്? tonight എന്നാണ്. സോ എങ്ങനെ വരും? aren't you going to the party tonight? aren't you going to the party tonight? അതായത് ഇന്ന് രാത്രി പാർട്ടിക്ക് പോകുന്നില്ലേ എന്നാണ് മീനിങ്. ഇനി അടുത്തത്, നീ നിന്റെ കളിപ്പാട്ടം ശരിയാക്കാൻ പോകുന്നില്ലേ എന്ന് ചോദിക്കണം. അപ്പം കളിപ്പാട്ടം ശരിയാക്കുക എന്ന് പറയുന്നത് ഫിക്സ് ദ ടോയ് എന്നാണ്. അപ്പോൾ aren't you going to fix the toy എന്ന് പറഞ്ഞാൽ നീ കളിപ്പാട്ടം ശരിയാക്കാൻ പോകുന്നില്ലേ എന്നാണ് മീനിങ്. aren't you going to fix the toy? അങ്ങനെയാണെങ്കിൽ നീ നിന്റെ ഇമെയിൽ ചെക്ക് ചെയ്യാൻ പോകുന്നില്ലേ എന്നെങ്ങനെ ചോദിക്കുമെന്നൊന്ന് കോമൻറ്റ് ചെയ്യുക. ഇനി വെറുതെ നമുക്ക് ഇങ്ങനെ ചോദിക്കണം, അതായത് നിനക്ക് ദാഹിക്കുന്നില്ലേ, നിനക്ക് വിശക്കുന്നില്ലേ, അല്ലെങ്കിൽ നിനക്ക് ക്ഷീണമില്ലേ, ഇത് ചോദിക്കാൻ aren't you കഴിഞ്ഞിട്ട് എന്താണോ ചോദിക്കേണ്ടത് അത് ചോദിക്കുക. അതായത് നിനക്ക് ദാഹിക്കുന്നില്ലേ എന്ന് ചോദിക്കാൻ aren't you thirsty? aren't you thirsty? ഇനി നിനക്ക് വിശക്കുന്നില്ലേ എന്ന് ചോദിക്കേണ്ടതെങ്കിലോ, വിശക്കുക എന്ന് പറയുന്നത് ഹംഗ്രി എന്നാണ്. സോ aren't you hungry? aren't you hungry? നിനക്ക് വിശക്കുന്നില്ലേ. നിനക്ക് ക്ഷീണമില്ലേ എന്നാ ചോദിക്കേണ്ടതെങ്കിലോ, ക്ഷീണം എന്ന് പറയാൻ ടയേർഡ് എന്ന് പറയാം. സോ aren't you tired? aren't you tired എന്ന് പറഞ്ഞാൽ നിനക്ക് ക്ഷീണമില്ലേ എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഇനി നിങ്ങൾക്ക് സന്തോഷമില്ലേ എന്നെങ്ങനെ ചോദിക്കുമെന്നൊന്ന് കോമൻറ്റ് ചെയ്യുക. ഇനി നമ്മൾ ഇങ്ങനെ പറയാറില്ലേ, അതായത് നിനക്കെന്നെ വിളിക്കാമായിരുന്നു, അല്ലെങ്കിൽ നിനക്കൊരു കോള് തരാമായിരുന്നു, ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാമായിരുന്നു എന്ന് പറയേണ്ടപ്പം അവിടെ യൂസ് ചെയ്യേണ്ടത് എന്താണ്? കുഡ് ഹാവ് ആണ്. അപ്പോൾ നമുക്ക് നിനക്ക് എന്നെ വിളിക്കാമായിരുന്നു അല്ലേ, അപ്പം നിനക്ക് എന്തെങ്കിലും ചെയ്യാമായിരുന്നു എന്ന് പറയേണ്ടപ്പം യു കുഡ് ഹാവ്, അതായത് നിനക്ക് ചെയ്യാമായിരുന്നു എന്നുള്ള അർത്ഥമാണ്. അത് കഴിഞ്ഞിട്ട് എപ്പോഴും വേർബിൻ്റെ V3 ഫോം വേണം യൂസ് ചെയ്യാൻ. സോ ഇതെങ്ങനെ പറയും? നിനക്കെന്നെ വിളിക്കാമായിരുന്നു. വിളിക്കുക എന്നുള്ളത് കോളാണ്, അതിൻ്റെ V3 ഫോം കോൾഡ് ആണ്. സോ എന്നെ വിളിക്കാമായിരുന്നു എന്ന് പറയാൻ കോൾഡ് മീ എന്ന് വരും. യു കുഡ് ഹാവ് കോൾഡ് മീ. യു കുഡ് ഹാവ് കോൾഡ് മീ. നിനക്കെന്നെ വിളിക്കാമായിരുന്നു. ഇനി ഇത് തന്നെ നമുക്ക് ഇങ്ങനെയും പറയാം, നിനക്കൊരു കോള് തരാമായിരുന്നു. ഇവിടെ വേർബ് എന്താണ്? തരുക എന്നുള്ളതാണ്, ഗിവ്. അതിൻ്റെ V3 ഫോം ഗിവൺ ആണ്. സോ ഗിവൺ എ കോൾ എന്ന് വരും. സോ നിനക്കൊരു കോള് തരാമായിരുന്നു. യു കുഡ് ഹാവ് ഗിവൺ എ കോൾ. യു കുഡ് ഹാവ് ഗിവൺ എ കോൾ. നിനക്കൊരു കോള് തരാമായിരുന്നു. ഇനി നിനക്ക് ഇന്നലെ വരാമായിരുന്നു. അപ്പോൾ വരിക എന്നുള്ളത് കമ്മാണ്, അതിൻ്റെ V3 ഫോമും കമ്മാണ്. യു കുഡ് ഹാവ് കം. ഇന്നലെ എന്ന് പറയാൻ യെസ്റ്റർഡേ. സോ യു കുഡ് ഹാവ് കം യെസ്റ്റർഡേ. നിനക്ക് ഇന്നലെ വരാമായിരുന്നു. യു കുഡ് ഹാവ് കം യെസ്റ്റർഡേ. ഇനി നിനക്ക് എന്നോട് പറയാമായിരുന്നു. പറയുക എന്ന് പറയുന്നത് ടെല്ലാണ്, അതിൻ്റെ V3 ഫോം ടോൾഡ് ആണ്. സോ എങ്ങനെ വരും? യു കുഡ് ഹാവ് ടോൾഡ് മീ. എന്നോട് എന്നാണ് പറഞ്ഞത്. സോ യു കുഡ് ഹാവ് ടോൾഡ് മീ. നിനക്ക് എന്നോട് പറയാമായിരുന്നു. യു കുഡ് ഹാവ് ടോൾഡ് മീ. ഇനി നിനക്ക് എന്നോട് ചോദിക്കാമായിരുന്നു. അതെങ്ങനെ പറയും? ചോദിക്കുക എന്നുള്ളത് ആസ്ക് ആണ്, അതിൻ്റെ V3 ഫോം ആസ്ക്ഡ് ആണ്. സോ യു കുഡ് ഹാവ് ആസ്ക്ഡ് മീ. യു കുഡ് ഹാവ് ആസ്ക്ഡ് മീ. നിനക്ക് എന്നോട് ചോദിക്കാമായിരുന്നു. അങ്ങനെയാണെങ്കിൽ നിനക്ക് അവളെ ക്ഷണിക്കാമായിരുന്നു. ഇതെങ്ങനെ പറയുമെന്നൊന്ന് കോമൻറ്റ് ചെയ്യുക. ഇനി അടുത്തത്, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടോ എന്നുള്ള രീതിയിൽ ചോദിക്കത്തില്ലേ, അതായത് ഇവിടെ അടുത്തൊരു ബാങ്ക് ഉണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അങ്ങനെയൊക്കെ ചോദിക്കേണ്ടപ്പം ഈസ് ദെയർ എന്നുള്ള ഫ്രേസാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഉണ്ടോ എന്നുള്ള രീതിയിൽ ചോദിക്കാൻ ഈസ് ദെയർ ആണ്. എന്തെങ്കിലും പ്രശ്നം എന്നാണ് ചോദിച്ചത്, അപ്പോൾ എനി പ്രോബ്ലം. ഈസ് ദെയർ എനി പ്രോബ്ലം. എന്തെങ്കിലും പ്രശ്നമുണ്ടോ. പ്രോബ്ലം എന്ന് പറഞ്ഞാൽ പ്രശ്നം എന്നാണ് അർത്ഥം. ഈസ് ദെയർ എനി പ്രോബ്ലം. ഇനി ഇവിടെ അടുത്തെവിടെയെങ്കിലും ഒരു ബാങ്ക് ഉണ്ടോ എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? ഈസ് ദെയർ എ ബാങ്ക് നിയർ ബൈ. ഈസ് ദെയർ എ ബാങ്ക് നിയർ ബൈ. നിയർ ബൈ എന്ന് പറഞ്ഞാൽ അടുത്ത് എന്നുള്ള മീനിങ് ആണ്. ഈസ് ദെയർ എ ബാങ്ക് നിയർ ബൈ. ഇനി അടുത്തത്, ഇതിന് ഒരു കാരണമുണ്ടോ എന്ന് ചോദിക്കണം.
അപ്പോൾ കാരണം എന്ന് പറയാൻ നമുക്ക് റീസൺ എന്നാണെന്നറിയാം. അപ്പോൾ കാരണം ഉണ്ടോ എന്നാണ്. അപ്പോൾ എങ്ങനെ പറയും? ഉണ്ടോ എന്ന് ചോദിക്കണമെങ്കിൽ ഈസ് ദെയർ ഒരു കാരണം, എ റീസൺ, ഇതിനെ എന്ന് പറയാൻ ഫോർ ദിസ്. ഈസ് ദെയർ എ റീസൺ ഫോർ ദിസ് എന്ന് പറഞ്ഞാൽ ഇതിനൊരു കാരണമുണ്ടോ എന്നാണ് മീനിങ്. ഈസ് ദെയർ എ റീസൺ ഫോർ ദിസ്. ഇനി എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നെങ്ങനെ ചോദിക്കും? എന്തെങ്കിലും കുഴപ്പം എന്ന് പറയാൻ എനിത്തിങ് റോങ് എന്ന് പറയാം. സോ ഈസ് ദെയർ എനിത്തിങ് റോങ് എന്ന് ചോദിച്ചാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നുള്ള മീനിങ് ആണ്. ഈസ് ദെയർ എനിത്തിങ് റോങ്. ഇനി അടുത്ത ഫ്രേസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു, നിനക്ക് എന്തെങ്കിലും ഒരു കാര്യം എന്തുകൊണ്ട് ചെയ്തുകൂടാ എന്ന് ചോദിക്കേണ്ടപ്പം അവിടെ യൂസ് ചെയ്യേണ്ട ഫ്രേസ് വൈ ഡോണ്ട് യു എന്നുള്ളതാണ്. ഇനി നീ എന്തുകൊണ്ടൊരു കാര്യം ചെയ്തില്ല എന്ന് ചോദിക്കണം. അതായത് കഴിഞ്ഞു പോയ ഒരു കാര്യത്തെപ്പറ്റി ചോദിക്കണം. അവിടെ നമ്മൾ ഡോണ്ട് അല്ല യൂസ് ചെയ്യേണ്ടത്, ഡിഡിൻ്റ് ആണ്. സോ വൈ ഡിഡിൻ്റ് യു എന്ന് ചോദിച്ചാൽ നീ എന്തുകൊണ്ട് ചെയ്തില്ല എന്നുള്ള അർത്ഥം വരും. വൈ ഡിഡിൻ്റ് യു. സോ നമുക്കിങ്ങനെ ചോദിക്കണം, നീ എന്തുകൊണ്ട് നേരത്തെ എന്നോട് പറഞ്ഞില്ല? അപ്പോൾ അതെങ്ങനെ ചോദിക്കും? നീ എന്തുകൊണ്ട് ചെയ്തില്ല, ഇത് കഴിഞ്ഞ കാര്യത്തെ പറ്റിയാണ്. വൈ ഡിഡിൻ്റ് യു. എന്നോട് പറയുക എന്ന് പറയാൻ ടെൽ മീ. നേരത്തെ എന്ന് പറയാൻ ഏർലിയർ. വൈ ഡിഡിൻ്റ് യു ടെൽ മീ ഏർലിയർ? നീ എന്തുകൊണ്ട് എന്നോട് നേരത്തെ പറഞ്ഞില്ല? വൈ ഡിഡിൻ്റ് യു ടെൽ മീ ഏർലിയർ. ഇനി അടുത്തത്, നീ എന്തുകൊണ്ട് എന്നെ വിളിച്ചില്ല? എന്നെ വിളിക്കുക എന്ന് പറയുന്നത് കോൾ മീ എന്നാണ്. സോ വൈ ഡിഡിൻ്റ് യു കോൾ മീ? നീ എന്തുകൊണ്ട് എന്നെ വിളിച്ചില്ല? വൈ ഡിഡിൻ്റ് യു കോൾ മീ. അപ്പം ഇവിടെ നിങ്ങൾക്ക് വരുത്താൻ സാധ്യതയുള്ള ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, ഇത് പാസ്റ്റ് ടെൻസ് അല്ലേ, അപ്പം വേർബ് V2 ഫോം അല്ലേ വേണ്ടത് എന്ന് തോന്നും. പക്ഷേ ഡിഡും ഡൂവും ഒക്കെ യൂസ് ചെയ്യുമ്പം വേർബ് എപ്പോഴും V1 ഫോമിൽ വേണം. സോ വൈ ഡിഡിൻ്റ് യു കോൾ മീ എന്ന് തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. കോൾഡ് വരില്ല. ഇനി നീ എന്തുകൊണ്ട് ഇത് ശരിയാക്കിയില്ല എന്ന് പറയണം. അതെങ്ങനെ പറയും? ഇത് ശരിയാക്കുക എന്ന് പറയാം ഫിക്സ് ദിസ് എന്ന് പറയാം. സോ നീ എന്തുകൊണ്ട് ഇത് ശരിയാക്കിയില്ല എങ്ങനെ പറയും? വൈ ഡിഡിൻ്റ് യു ഫിക്സ് ദിസ്? വൈ ഡിഡിൻ്റ് യു ഫിക്സ് ദിസ്? നീ എന്തുകൊണ്ട് ഇത് ശരിയാക്കിയില്ല? വൈ ഡിഡിൻ്റ് യു ഫിക്സ് ദിസ്? ഇനി നീ എന്തുകൊണ്ട് നിൻ്റെ ഹോംവർക്ക് ചെയ്ത് തീർത്തില്ല എങ്ങനെ പറയും? ചെയ്ത് തീർക്കുക എന്ന് പറയാം ഫിനിഷ് എന്ന് പറയാം. സോ വൈ ഡിഡിൻ്റ് യു ഫിനിഷ് യുവർ ഹോംവർക്ക്? വൈ ഡിഡിൻ്റ് യു ഫിനിഷ് യുവർ ഹോംവർക്ക്? അതായത് നീ എന്തുകൊണ്ട് നിൻ്റെ ഹോംവർക്ക് ചെയ്ത് തീർത്തില്ല. അങ്ങനെയാണെങ്കിൽ നീ എന്തുകൊണ്ട് മീറ്റിങ്ങിൽ പങ്കെടുത്തില്ല എന്നെങ്ങനെ ചോദിക്കുമെന്നൊന്ന് കോമൻറ്റ് ചെയ്യുക. ഇനി അടുത്തത് നമുക്കിങ്ങനെ ചോദിക്കണം. അതായത് എനിക്ക് എപ്പം എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ കഴിയും എന്നുള്ള രീതിയിൽ ചോദിക്കണമെങ്കിൽ അവിടെ വെൻ ക്യാൻ ഐ എന്ന ഫ്രേസാണ് യൂസ് ചെയ്യേണ്ടത്. അതായത് നമുക്കിങ്ങനെ ചോദിക്കണം, എനിക്ക് എപ്പോൾ ഒരു റെസ്പോൺസ് അല്ലെങ്കിൽ ഒരു മറുപടി പ്രതീക്ഷിക്കാൻ കഴിയും എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? വെൻ ക്യാൻ ഐ, പ്രതീക്ഷിക്കുക എന്ന് പറയുന്നത് എക്സ്പെക്റ്റ് എന്നാണ്. സോ വെൻ ക്യാൻ ഐ എക്സ്പെക്റ്റ് എ റെസ്പോൺസ് എന്ന് ചോദിച്ചാൽ എനിക്ക് എപ്പം ഒരു റെസ്പോൺസ് അല്ലെങ്കിൽ മറുപടി പ്രതീക്ഷിക്കാൻ കഴിയും എന്നുള്ള അർത്ഥമാണ്. വെൻ ക്യാൻ ഐ എക്സ്പെക്റ്റ് എ റെസ്പോൺസ്. എനിക്ക് എപ്പോൾ ടി വി കാണാൻ കഴിയും? ഇതെങ്ങനെ ചോദിക്കും? ടി വി കാണുക എന്ന് പറയുന്നത് വാച്ച് ടി വി എന്നാണ്. സോ വെൻ ക്യാൻ ഐ വാച്ച് ടി വി എന്ന് ചോദിച്ചാൽ എനിക്ക് എപ്പം ടി വി കാണാൻ കഴിയും എന്നാണ് മീനിങ്. വെൻ ക്യാൻ ഐ വാച്ച് ടി വി. ഇനി എനിക്ക് എപ്പം പുറത്ത് കളിക്കാൻ കഴിയും എന്നെങ്ങനെ ചോദിക്കും? വെൻ ക്യാൻ ഐ പ്ലേ ഔട്ട്സൈഡ്? ഔട്ട്സൈഡ് എന്ന് പറഞ്ഞാൽ വെളിയിൽ, പ്ലേ എന്ന് പറഞ്ഞാൽ കളിക്കുക. സോ വെൻ ക്യാൻ ഐ പ്ലേ ഔട്ട്സൈഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് എപ്പം വെളിയിൽ കളിക്കാൻ കഴിയും എന്നുള്ള അർത്ഥമാണ്. വെൻ ക്യാൻ ഐ പ്ലേ ഔട്ട്സൈഡ്. ഇനി എനിക്ക് അവളെ വീണ്ടും എപ്പോൾ കാണാൻ കഴിയും എന്നെങ്ങനെ ചോദിക്കും? വെൻ ക്യാൻ ഐ, അവളെ കാണുക എന്ന് പറയുന്നത് സീ ഹെർ എന്നാണ്. വീണ്ടും എന്ന് പറയാൻ എഗെയിൻ എന്ന് പറയാം. സോ വെൻ ക്യാൻ ഐ സീ ഹെർ എഗെയിൻ എന്ന് ചോദിച്ചാൽ എനിക്ക് വീണ്ടും അവളെ എപ്പോൾ കാണാൻ കഴിയും എന്നുള്ള അർത്ഥമാണ്. വെൻ ക്യാൻ ഐ സീ ഹെർ എഗെയിൻ. അങ്ങനെയാണെങ്കിൽ എനിക്ക് എപ്പം തുടങ്ങാൻ കഴിയും എന്നെങ്ങനെ ചോദിക്കുമെന്നൊന്ന് കോമൻറ്റ് ചെയ്യുക. ഇനി അടുത്ത ഒരു ഫ്രേസാണ് നമ്മളിങ്ങനെ പറയത്തില്ലേ,
നീ അവിടെ പോകരുതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞു. അതെങ്ങനെ പറയും? സോ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യരുതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞു എന്നുള്ള രീതിയിൽ പറയണമെങ്കിൽ ഐ ടോൾഡ് യു നോട്ട് ടു കഴിഞ്ഞിട്ട് എന്താണോ അത് പറയുക. ഐ ടോൾഡ് യു എന്ന് പറഞ്ഞാൽ ഞാൻ നിന്നോട് പറഞ്ഞു എന്നാണ്. നോട്ട് ടു എന്ന് പറഞ്ഞാൽ അരുത് എന്നുള്ള അർത്ഥമാണ്. സോ ഐ ടോൾഡ് യു നോട്ട് ടു. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, നീ അവിടെ പോകരുതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞു. അതെങ്ങനെ പറയും? ഐ ടോൾഡ് യു നോട്ട് ടു, അവിടെ പോവുക എന്ന് പറയാൻ ഗോ ദേർ. ഐ ടോൾഡ് യു നോട്ട് ടു ഗോ ദേർ. നീ അവിടെ പോകരുതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞു. ഇനി നീ അത് തൊടരുതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞു. അതെങ്ങനെ പറയും? ഐ ടോൾഡ് യു നോട്ട് ടു, അത് തൊടരുത്. അതെങ്ങനെ പറയും? ടച്ച് ദാറ്റ്. ഐ ടോൾഡ് യു നോട്ട് ടു ടച്ച് ദാറ്റ്. ടച്ച് എന്ന് പറഞ്ഞാൽ തൊടുക എന്നാണ്. ഇനി അടുത്തത്, നീ എന്നെ വിളിക്കരുതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞു. അതെങ്ങനെ പറയും? ഐ ടോൾഡ് യു നോട്ട് ടു, എന്നെ വിളിക്കരുത് എന്നാ. അപ്പം കോൾ മീ. ഐ ടോൾഡ് യു നോട്ട് ടു കോൾ മീ എന്ന് പറഞ്ഞാൽ എന്നെ വിളിക്കരുതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞു. ഐ ടോൾഡ് യു നോട്ട് ടു കോൾ മീ. ഇനി അടുത്തൊരു സെൻറ്റൻസ്, ലൈറ്റ് ഇടരുതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞു. അതെങ്ങനെ പറയും? ലൈറ്റ് ഇടുക എന്ന് പറയുന്നത് ടേൺ ഓൺ ദ ലൈറ്റ് എന്നാണ്. സോ ഐ ടോൾഡ് യു നോട്ട് ടു ടേൺ ഓൺ ദ ലൈറ്റ് എന്ന് പറഞ്ഞാൽ ലൈറ്റ് ഇടരുതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞു എന്നാണ്. ഐ ടോൾഡ് യു നോട്ട് ടു ടേൺ ഓൺ ദ ലൈറ്റ്. അങ്ങനെയാണെങ്കിൽ അത് കൊണ്ടുവരരുതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞു എന്ന് എങ്ങനെ പറയുമെന്നൊന്ന് കോമെൻറ്റ് ചെയ്യുക. ഇനി അടുത്തത്, ഇന്നത്തെ ലാസ്റ്റ് ഫ്രേസ് ഇതാണ്. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ട് നിനക്ക് തോന്നുന്നില്ലേ എന്നുള്ള രീതിയിൽ ചോദിക്കണം. സോ അതിന് അറിഞ്ഞിരിക്കേണ്ട ഫ്രേസ് എന്ന് പറയുന്നത് ഡോണ്ട് യു തിങ്ക് എന്നുള്ളതാണ്. അതായത് നമുക്ക് ഇങ്ങനെ പറയണം, നമ്മൾ ഒരു കുട എടുക്കണം എന്ന് നിനക്ക് തോന്നുന്നില്ലേ? അതെങ്ങനെ പറയും? നിനക്ക് തോന്നുന്നില്ലേ എന്ന് ചോദിക്കാൻ ഡോണ്ട് യു തിങ്ക്. നമ്മളൊരു കുട എടുക്കണം, അതെങ്ങനെ പറയും? വി ഷുഡ് ടേക്ക് ആൻ അംബ്രല്ല. സോ ഡോണ്ട് യു തിങ്ക് വി ഷുഡ് ടേക്ക് ആൻ അംബ്രല്ല എന്ന് പറഞ്ഞാൽ നമ്മളൊരു കുട എടുക്കണം എന്ന് നിനക്ക് തോന്നുന്നില്ലേ എന്നാണ് മീനിങ്. ഡോണ്ട് യു തിങ്ക് വി ഷുഡ് ടേക്ക് ആൻ അംബ്രല്ല. ഇനി അടുത്ത സെൻറ്റൻസ്, നമ്മളിപ്പോൾ വീട്ടിൽ പോകണം എന്ന് നിനക്ക് തോന്നുന്നില്ലേ? അതെങ്ങനെ പറയും? ഡോണ്ട് യു തിങ്ക് വി ഷുഡ് ഗോ ഹോം നൗ. ഡോണ്ട് യു തിങ്ക് വി ഷുഡ് ഗോ ഹോം നൗ. അതായത് നമ്മളിപ്പം വീട്ടിൽ പോകണം എന്ന് നിനക്ക് തോന്നുന്നില്ലേ എന്നുള്ള മീനിങ് ആണ്. ഇനി ഇത് ഭയങ്കര എക്സ്പെൻസീവ്, അതായത് വില കൂടിയതാണെന്ന് നിനക്ക് തോന്നുന്നില്ലേ? അതെങ്ങനെ പറയും? ഡോണ്ട് യു തിങ്ക് ഇറ്റ്സ് ടു എക്സ്പെൻസീവ്. ഡോണ്ട് യു തിങ്ക് ഇറ്റ്സ് ടു എക്സ്പെൻസീവ്. അതായത് ഇത് വളരെ വില കൂടിയതാണെന്ന് നിനക്ക് തോന്നുന്നില്ലേ എന്നുള്ള മീനിങ് ആണ്. ഇനി അവൾ ശരിയാണെന്ന്, അതായത് ഇപ്പം എന്തെങ്കിലും പറഞ്ഞ കാര്യമായിരിക്കും, അവൾ ശരിയാണെന്ന് നിനക്ക് തോന്നുന്നില്ലേ? അതെങ്ങനെ പറയും? ശരി എന്ന് പറയുന്നത് റൈറ്റ് എന്നാണ്. സോ അവൾ ശരിയാണ് എന്ന് പറയാൻ ഷീ ഈസ് റൈറ്റ്. അപ്പോൾ അവൾ ശരിയാണെന്ന് നിനക്ക് തോന്നുന്നില്ലേ? ഡോണ്ട് യു തിങ്ക് ഷീ ഈസ് റൈറ്റ്. ഡോണ്ട് യു തിങ്ക് ഷീ ഈസ് റൈറ്റ്. അതായത് അവൾ ശരിയാണെന്ന് നിനക്ക് തോന്നുന്നില്ലേ എന്നുള്ള മീനിങ് ആണ്. ഇനി നിനക്ക് അങ്ങനെ തോന്നുന്നില്ലേ എന്നാണ് ചോദിക്കേണ്ടതെങ്കിലോ അവിടെ ഡോണ്ട് യു തിങ്ക് സോ എന്ന് വരും. ഡോണ്ട് യു തിങ്ക് സോ. സോ എന്ന് പറഞ്ഞാൽ അങ്ങനെ എന്നുള്ള അർത്ഥമാണ്. സോ ഡോണ്ട് യു തിങ്ക് സോ എന്ന് പറഞ്ഞാൽ നിനക്ക് അങ്ങനെ തോന്നുന്നില്ലേ എന്നുള്ള അർത്ഥമാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കുള്ള ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, അവൻ ഒരു പുതിയ ജോലി കണ്ടുപിടിക്കണം എന്ന് നിനക്ക് തോന്നുന്നില്ലേ? ഇതെങ്ങനെ പറയുമെന്ന് നിങ്ങളൊന്ന് കോമെൻറ്റ് ചെയ്യുക. സോ ഇന്ന് പഠിച്ച ഫ്രേസസൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് ലഭിക്കുന്നതിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ആൻഡ് സ്റ്റേ സേഫ്.